ഇല്ല, കല്ല് വെച്ചതിന് ആളില്ലാഞ്ഞിട്ടാ നിന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടടാ ഇവന്മാരെ കൊണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഞാൻ ഈ മത്സരത്തിന് ഇതിത്തര ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പ്രമോഷൻ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലർ. ഇവൻ അതിലടിച്ചു, ഇവൻ അതിലടിച്ചു, ഇവൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പൊ ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഞാൻ ബാക്കിയുള്ളവർക്കൊരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ. ജീവക്ക് ചില സാധനങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞാൻ ബേസിലൂടെ വർഷം ശേഷം ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ ചിലവർ ഇപ്പോൾ രമേശന്റെ കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും രമേശനല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇനി ഇതിന്റെ മുകളിൽ അടിക്കണല്ലോ. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഒബ്സർവേഷൻ കേട്ടോ, ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ വിളിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിൽ ഏതോ ഞെരമ്പിൽ കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. എന്റെ തട്ടമാണ് കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മൂലാല് പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നടാ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷമൊക്കെ ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മൾ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രയും പറയാൻ പറ്റും, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇതൊരു ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിലൊരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും, അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന്. എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ നിന്റെ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. അവിടെ ഇപ്പൊ ഉണ്ടാക്കിയൊരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് ആലോചിച്ച് തന്നെ കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ, നമ്മളൊരൊറ്റ കെട്ട, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുള്ളൂ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ എന്നോട് അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക്
കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. വരൂ, നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ കാണ ക്ലീനാക്കിയിട്ടുള്ള നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ കാണ ക്ലീനാക്കാൻ? സ്കോർ ചെയ്ത് ആരോടാ അത്? നീ തന്നെ വർത്താനം പറയണോ വീഡിയോ കോൾ ചെയ്യുവാണോ? അവൻ വീഡിയോ കോൾ ചെയ്ത് ആരോടോ മിണ്ടുക? ഞാനും ആലോചിക്കില്ല. മോനെ, ഇത് നീ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ കേക്കണ്ടേ? ആരെങ്കിലും അവനൊരു മൈക്ക് കൊടുക്കുമോ?